സോ ലോഗരിതമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ 2021 ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് n is equal to 100 ഫാക്ടോറിയൽ then find value of the following. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. n 100 ഫാക്ടോറിയൽ ആകുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താണ്? ശ്രദ്ധിക്കുക, ഇത് ശരിക്കും 5ാമത്തെയോ 6ാമത്തെയോ എന്തോ ചോദ്യമാണ്. ലോഗരിതം ആയതുകൊണ്ട് ഞാൻ ലോഗരിതം റിലേറ്റ് ചെയ്യുന്നതെല്ലാം ഒരുമിച്ച് അങ്ങാക്കുവാണ്. ഓക്കെ, സോ നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് കയറാം. നമുക്കറിയാവുന്ന സംഗതി എന്താണ്? ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഡിവൈഡഡ് ബൈ ലോഗ് ബി ആണെന്നറിയാം, ശരിയല്ലേ? അപ്പം അതനുസരിച്ച് ഈ ഒരു ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം നമ്മൾ. 1 ഡിവൈഡഡ് ബൈ ലോഗ് എൻ ടു ദ ബേസ് 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ലോഗ് എൻ ബൈ ലോഗ് 2 എന്ന് വരും. ലോഗ് എൻ ബൈ ലോഗ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ലോഗ് എൻ ടു ദ ബേസ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? ലോഗ് എൻ ബൈ ലോഗ് 3, ലോഗ് എൻ ബൈ ലോഗ് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ലോഗ് എൻ ടു ദ ബേസ് 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? ലോഗ് എൻ ബൈ ലോഗ് 4, ലോഗ് എൻ ഡിവൈഡഡ് ബൈ ലോഗ് 4 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എൻ ടു ദ ബേസ് 100 എന്ന് പറയുമ്പോൾ എന്ത് വരും? ലോഗ് എൻ ബൈ ലോഗ് 100, 1 ഡിവൈഡഡ് ബൈ ലോഗ് എൻ ബൈ ലോഗ് 100. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തറിയാം? 1 ബൈ എ ബൈ ബി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബി ബൈ എന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫ്രാക്ഷൻ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. സോ അതനുസരിച്ച് ഇതെന്ത് വരും? ലോഗ് 2 ബൈ ലോഗ് എൻ എന്ന് വരും പ്ലസ് ലോഗ് 3 മുകളിൽ പോയാൽ ലോഗ് 3 ബൈ ലോഗ് എൻ എന്ന് വരും പ്ലസ് ലോഗ് 4 ഡിവൈഡഡ് ബൈ ലോഗ് എൻ എന്ന് വരും പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് 100 ഡിവൈഡഡ് ബൈ ലോഗ് എൻ എന്ന് വരും. ലോഗ് 100 ബൈ ലോഗ് എൻ. ഓക്കെ, എല്ലാ ടേമിലും എന്ത് കോമൺ ഉണ്ട്? 1 ബൈ ലോഗ് എൻ എല്ലാ ടേമിലും കോമൺ ആണ്. സോ അതിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? 1 ബൈ ലോഗ് എൻ ഇൻറ്റു ബാക്കി എന്തൊക്കെയുണ്ട്? ലോഗ് 2 പ്ലസ് ലോഗ് 3 പ്ലസ് ലോഗ് 4 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് 100. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 1 ബൈ ലോഗ് എൻ ഇൻറ്റു ലോഗ് 2 പ്ലസ് ലോഗ് 3 പ്ലസ് ലോഗ് 4 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് 100. ഓക്കെ, ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി പ്ലസ് എക്സെട്ര ആണെന്നുണ്ടെങ്കിൽ ലോഗ് എ ബി സി എക്സെട്ര ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലോഗ് എ ബി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെന്നറിയാം. അത് കൂടുതൽ ടേംസ് വരെ, ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് +2 പഠിക്കുന്നുണ്ട്. കൂടുതൽ ടേംസ് വരുവാണെങ്കിൽ ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി ആണെങ്കിൽ ലോഗ് എ ബി സി. ലോഗ് ഓഫ് എ ബൈ ബി എന്താണ്? ലോഗ് എ ബൈ ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. ഇതെല്ലാം നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇക്വേഷൻ ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി എന്താണ്? ലോഗ് എ ബി സി. ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ലോഗ് എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ ഇൻറ്റു ലോഗ് എ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ 1 ബൈ ലോഗ് എൻ ഇൻറ്റു ഇതിനെ ഇങ്ങനെ എഴുതാം. ലോഗ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എന്താണ്? 100. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് n എന്ന് പറയുന്നത് എന്താണ്? 100 ഫാക്ടോറിയൽ ആണ്. n എന്ന് പറയുന്നത് എന്താണ്? 100 ഫാക്ടോറിയൽ. ഇപ്പോൾ ഈ n-ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 100 ഫാക്ടോറിയൽ കൊടുക്കാം. ലോഗ് 100 ഫാക്ടോറിയൽ ഇൻറ്റു ലോഗ് ഇതെന്താ സംഭവം? 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 100. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100 ഫാക്ടോറിയൽ ആണ്. എന്താണ്? 100 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് അത് പഠിച്ചതാണ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6. 100 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു അങ്ങനെ പോയി 100 വരെ. സോ ആ 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. സോ 1 ഇൻറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഫാക്ടോറിയൽ. എന്താണ്? 100 ഫാക്ടോറിയൽ. ഓക്കെ, സോ ലോഗ് 100 ഫാക്ടോറിയലും
ലോഗ് 100 ഫാക്ടോറിയലും ക്യാൻസൽ ആയിപ്പോയി. ആൻസർ എന്ത് കിട്ടി? 1 ആണ് ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. 1 ഈസ് ദി ഫൈനൽ ആൻസർ. ഓപ്ഷൻ ബി 1 ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, പക്ഷേ മറ്റേ ക്വസ്റ്റ്യൻ ഒന്നും 1 മിനിറ്റ് പോലും വേണ്ട, 30 സെക്കൻഡ് പോലും തികച്ച് വേണ്ട. ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ലോഗ് എ ടു ദ ബേസ് ബി വെച്ച് ലോഗ് സൈൻ എക്സ് ബൈ ലോഗ് കോസ് എക്സ് ഈക്വൽ ടു 1, അവിടുന്ന് ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ്, ലോഗ് കോസ് എക്സ്, സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, എക്സ് ഈക്വൽ ടു 45 ഡിഗ്രി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അത് നമുക്ക് 30 സെക്കൻഡ് പോലും തികച്ച് വേണ്ട. പക്ഷെ അവിടെ ലാഭിക്കുന്ന സമയം ഇതുപോലുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്, സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക്. ഓക്കെ.